അത് കള്ളക്കളിയില്ലേ? ആ അതെ, അത് കള്ള. ചേട്ടാ, ഈ പെരുന്തുരുത്ത് ഗേൾസ് ഹൈസ്കൂൾ എവിടെ? മറിയ ടീച്ചർ. ആ, ഞാൻ ശിവപ്രസാദ്, സ്കൂളിലെ പിയൂണാണ്. ഓ, സാറ് പറഞ്ഞിരുന്നു ടീച്ചർ ഇന്ന് വരുന്നു. ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. പോവാം. ആ, സ്കൂട്ടറുണ്ട്. സ്കൂട്ടർ കയറാൻ പേടിയൊന്നുമില്ലോ. സർ. യെസ് സർ, ഞാൻ മരിയ ഫ്രാൻസിസ്, പുതിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഓ, മരിയ ടീച്ചർ ഇരിക്കേ. ആ, ഇത് വിനോദ്. വിനോദാ ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാറ് പറഞ്ഞായിരുന്നു ഇന്ന് വരുമെന്ന്. ടീച്ചറിൻ്റെ വീടൊക്കെ തിരുവനന്തപുരം. ഫാമിലിയൊക്കെ? ഹസ്ബൻഡ് അവിടെ തന്നെയാണ്, ബിസിനസ്സാണ്. ഓ, മാരീഡാണ്. ടീച്ചറിൻ്റെ പേരൻസ്? അവരാരും ഉപ്പില്ല, മരിച്ചുപോയി. വിനോദേ, എഴുതി തീർന്നോ? നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാട്ടെ. ഓ, ടീച്ചർക്ക് ആദ്യത്തെ അപ്പോയിൻമെൻ്റ്? അതെ സർ, അതെ. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്കൂളിൻ്റെ സ്ഥിതി കുറച്ച് മോശമാണ്. ഞാനിവിടെ വന്നിട്ട് 20 കൊല്ലമായി. റിട്ടയർ ചെയ്യാൻ ഇനി അധിക ദിവസങ്ങളും ഇല്ല. എല്ലാം കൂടെ 150 കുട്ടികളേ ഉള്ളൂ. ഹൈസ്കൂൾ കഴിഞ്ഞാൽ കുട്ടികൾ പഠിത്തം നിർത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കഴിയുക പതിവ്. അങ്ങനെയുള്ളിടത്ത് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ PT ടീച്ചറില്ലാത്തതുകൊണ്ട് വിനോദ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ചെറുതായിട്ടൊക്കെ. സർ അത്ലറ്റ് ആണോ? കുറച്ച്. വിനോദിനെ കണ്ടിട്ട് ടീച്ചർക്ക് അങ്ങനെ തോന്നി? സാറിന് അറിഞ്ഞുകൂടത്തുണ്ടൊക്കെ ചില ഹൈ ജമ്പിനൊക്കെ പോകുമായിരുന്നു. സാറേ, ശിവ വാ. ടീച്ചർക്ക് നമ്മുടെ വീടൊന്ന് കാണിച്ചു കൊടുക്കാം. ടീച്ചർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ശിവയോട് പറഞ്ഞാൽ മതി. ഇവിടെ വന്നിട്ട് 2 കൊല്ലമേ ആയുള്ളെങ്കിലും ഈ തുരുത്തിലുള്ളവരൊക്കെ നന്നായിട്ട് ഈ സ്ഥലമൊക്കെ ശിവയ്ക്കറിയാം. പിന്നെ നമ്മളുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അടുത്തൊക്കെ. ഓ, എന്നാ ശരി സർ, ഞാൻ ഇറങ്ങട്ടെ. ശരി. മരിയ, മരിയ, തുറക്ക്. എന്താ എന്താ മുഖത്തൊക്കെ എന്തേ പറ്റി? കളിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്ത്? ഗ്രൗണ്ടിൽ വെച്ച് ഒരുത്തിനടുത്ത് തല്ലാനോ? ആരെ? എന്ത്? ഞാൻ ഒന്ന് മാറിയിക്കാണേ. പൈസ വിഷയം നീ അത് വിട്. നീ ഒരു കാര്യം ചെയ്യ്, നീ മമ്മിയും കൂട്ടി ശ്രുതിയുടെ വീട്ടിലോട്ട് പോ. അല്ലെ ബാബുവിനെ വിളി. അല്ലെ വേണ്ട, നീ പോളിൻ്റെ ഫ്ലാറ്റിലിട്ട് പോ. അതായിരിക്കും കൂടുതൽ സേഫ്. അതെ, ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ പോട്ടെ. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. അവർക്ക് എങ്ങനെ അറിയാനാ? ഈ PT പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് പിള്ളേർ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ചുമ്മാ കലപില ബഹളം, പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല. ടീച്ചറിന് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലേ? കുറച്ച് ഓംലെറ്റ്. മോളെ, അല്ല നിനക്ക് ഈ കടുമാങ്ങാച്ചാർ ഇപ്പൊ ഇഷ്ടമല്ലാതായോ? പണ്ട് ഞാനിത് തൊട്ടാ തന്നെ നീ എന്തൊരു ബഹളായിരുന്നു. കഴിക്ക്. എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ? കുട്ടികൾ നിന്നെ വട്ടം ചുറ്റിക്കുന്നുണ്ടല്ലേ? എനിക്കറിയില്ല അപ്പാ. ഈ സ്കൂളിനൊരു PT ടീച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു മാർഗ്ഗമില്ലാണ്ടായിപ്പോയി.
ബെന്നിൻ്റെ ബിസിനസ്സൊക്കെ അത്യാവശ്യം നല്ല മോശമായിട്ടാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അതാ ഞാൻ പിന്നെ. നീ ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. അതല്ലപ്പാ, ഈ കുട്ടികൾക്ക് സ്പോർട്സിലും കുന്തത്തിലും ഒന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ചുമ്മാ അവരുടെ പുറകെ ഇങ്ങനെ. അവരുടെ പ്രായത്തിൽ നീ ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നേ. അവർക്ക് കുറച്ച് സാവകാശം കൊടുക്ക്. നിന്റെ ഈ വാശിയൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കണം. അത് മതി, അത്ര കഴിച്ചാ മതി. അപ്പ വിട്ടെ, സ്പൂൺ വിട്ടെ. ഈ അപ്പന്റെ ഒരു കാര്യം. ടീച്ചർ, വാ. ടീച്ചറെ, ഈ പീരീഡ് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. എന്നാ പിന്നെ ടീച്ചറെ ഞങ്ങൾ കൊക്കോ കളിക്കാൻ പോയിക്കോട്ടെ? ടീച്ചർ പ്ലീസ്. പൊക്കോട്ടെ ടീച്ചർ പ്ലീസ്. കൊക്കോ കളിക്കാൻ വിടാം, പക്ഷേ എന്നെയും കൂടെ നിങ്ങൾ ആദ്യം കളി പഠിപ്പിക്കണം. എന്താ ഇത് ടീച്ചറെ? സാർ, ഹൈസ്കൂൾ തലത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ഖോഖോ ടീം രൂപീകരിക്കാൻ സാറിൻ്റെ ഒരു പെർമിഷൻ വേണം. ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് കളിക്കുന്ന കുട്ടികളിൽ നിന്ന് മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കാനാണ് സാർ പ്ലാൻ. ടീച്ചറെ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ശമ്പളം മുടങ്ങാതെ കിട്ടും. പിന്നെ പിള്ളേരെ വല്ലപ്പോഴൊക്കെ ഒന്നുണ്ടേ ഓടിക്കുകയോ ചാടിക്കുകയോ ഒക്കെ ചെയ്താൽ കൊള്ളാം. ശരിക്കും ഈ ഉന്തിത്തൊടുന്ന കളിക്ക് ടീച്ചർ ടീം ഉണ്ടാക്കാൻ പോവുകയാണ്? ഇത് ഉന്തിത്തൊടലല്ല സർ, ഇത് ഖോഖോ ആണ്. നാഷണൽ ഗെയിംസിൻ്റെ വരെ ഭാഗമായിട്ടുള്ള ഒരു സ്പോർട്ടാണ് സർ ഖോഖോ. അതിനിവിടെ ഒരു ടീം ഉണ്ടാക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. എന്തായി ടീച്ചറെ ചുമ്മാ സമയം കളയാനായിട്ട്? ടീച്ചർക്ക് ഇവിടുത്തെ അവസ്ഥ അങ്ങോട്ട് ശരിക്കും മനസ്സിലാവാനായിട്ടാണ് സാർ. പിള്ളേർ 4 അക്ഷരം പഠിച്ച് പാസ്സായ അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ പിള്ളേർ എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ സാറേ ഉള്ള കാര്യം പറയാലോ നമ്മുടെ തലയിലാവും. അല്ലെങ്കിൽ തന്നെ ഇതൊന്നും കൊണ്ട് ജീവിതത്തിൽ ആർക്കും ഒരു ഗുണമില്ലല്ലോ സാറേ. സർ, എനിക്കൊരു ജീവിതം ഉണ്ടായ സ്പോർട്സ് കാരണമാണ്, ഈ ജോലി അടക്കം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സർ. മറിയ ടീച്ചറിന് ആദ്യത്തെ ജോലിയോടുള്ള ആവേശമൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കഴിഞ്ഞ വട്ടം DO വന്നിട്ട് പോയപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ ഇതുപോലാണെങ്കിൽ സ്കൂള് കൂട്ടിക്കോളാനാ. സാറിനറിയാലോ. ഇനി അതല്ല സുകുമാര സാറ് പറഞ്ഞതുപോലെ ടീച്ചർ കുറച്ച് റെസ്റ്റ് എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ സാറേ? റെസ്റ്റ് എടുക്കാനല്ലല്ലോ സാർ ഞാൻ ഇവിടെ വരുന്നത്, ഇതെൻ്റെ ജോലിയാണ്. ടീച്ചറെ, ഈ മാസം 11-12 തീയതികളിൽ ടീച്ചർ സെലക്ഷൻ നടത്തിക്കോ. താങ്ക് യു സർ. താങ്ക് യു. സാറേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടില്ല, എല്ലാവരും വട്ടം തീരുമാനിച്ചിട്ട്. വിനോദ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് പുതുതായ ഒരു കാര്യവും നടക്കില്ല. പിള്ളേർ കളിച്ചു നോക്കട്ടെ. നോക്കട്ടെ. ആർക്കറിയാം, നമ്മുടെ സ്കൂളിലൊരു PT ഉഷയോ അഞ്ജു ബോബി ജോർജോ ഒക്കെ ഉണ്ടോന്ന്. PT ഉഷ ഇവിടെ മനസ്സിലായി. വിനോദേ, ടീച്ചർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. താങ്ക് യു സർ. താങ്ക് യു.